അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് എ വെർട്ടിക്കൽ ടണൽ ഈസ് along the diameter of earth assumed to be a sphere of uniform mass density rho. See, നമ്മുടെ എർത്ത് ആണിത്, കണ്ടില്ലേ, എർത്തിന്റെ സെന്റർ ആണിത്. ഇനി ഇത് ഡെൻസിറ്റി റോ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിലൂടെ ടണലുണ്ട്, കണ്ടില്ലേ, ഇതാണ് ടണൽ. ഈ ടണലിനകത്ത് ഒരു എന്തോ ഒരു സാധനം ഇട്ടിരിക്കുകയാണ്, അതായിരിക്കും. അപ്പോൾ എത്ര ഡെപ്തിലാണ്? ഡി ഡെപ്തിലാണെന്നിരിക്കട്ടെ, ഡി ഡെപ്തിലാണ് ഇരിക്കട്ടെ. ഇനി എന്താ പറയുന്നത് ഇവിടെ? ഇഫ് ദ ബോഡി ഓഫ് മാസ് എം ഈസ് ത്രോൺ ഇൻ ദിസ് ടണൽ, എം മാസ് ഉള്ളൊരു ബോഡിയാണ് ഇതിനകത്തിരിക്കുന്നത്. ആക്സലേഷൻ അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം സെന്റർ, ഈ സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഈ ദൂരം y ആണ്. എന്താണ് ഈ y എന്ന് പറഞ്ഞാൽ? റേഡിയസ് മൈനസ് ഡി അല്ലേ? y എന്ന് പറയുന്നത് എന്താണ്? r മൈനസ് ഡി. അപ്പൊ ഈ സാധനത്തിന്റെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ആക്സലേഷൻ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെപ്തിലിരിക്കുന്ന സാധനത്തിന്റെ ആക്സലേഷൻ എത്രയെന്നാണ് ആ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് നോക്ക്. ജി അറ്റ് ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ്? ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നാണ്. കുഴപ്പമില്ല. ഇനി ഇതിനെ നമുക്കൊന്ന് റെഡിയാക്കാം. സോ സീക്വൽ ടു ജി ഇൻറ്റു, ഇതിനെ റെഡിയാക്കാം. ആർ അല്ലേ LCM, ആർ മൈനസ് ഡി എന്ന് വരും. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിനകത്ത് ആർ മൈനസ് ഡിക്ക് പകരം നമുക്ക് y എന്ന് എഴുതാം. അപ്പൊ ജി അതുപോലെ എഴുതി, ബൈ ആർ അതുപോലെ എഴുതി, ആർ മൈനസ് ഡിക്ക് പകരം y എന്ന് എഴുതി. ഇതുവരെ ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ചില മോഡിഫിക്കേഷൻസ് ഇവിടെ വരുത്താൻ പോവാണ്. ജി കണ്ടുപിടിക്കണം അല്ലേ? ജി കണ്ടുപിടിക്കണം. ജിയുടെ വാല്യൂ എന്താണ്? സ്മോൾ ജി എന്ന് പറഞ്ഞാൽ GM/r² അല്ലേ? അപ്പൊ അതിന് പകരം ജിക്ക് വരെ ഈ വാല്യൂ ഇടാൻ പോവാണ്. അപ്പൊ എന്ത് വരും? ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു, ജിയുടെ വാല്യൂ GM/r². ഇനി y തന്നെ, ദാറ്റ് ഡിവൈഡഡ് ബൈ ആർ. അപ്പൊ എന്തായി? ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു GMY ഡിവൈഡഡ് ബൈ r³ എന്നായി. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ എർത്തിന്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. മാസ് ബൈ വോളിയം എന്നാണ്. അപ്പൊ മാസ് എങ്ങനെ കാണും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ്. അപ്പൊ ജി മാസിന് പകരം എന്ത് എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി റോ. ഇനി എർത്തൊരു ഉണ്ടയാണ്, ഉണ്ടയുടെ വോളിയം 4/3 πr³. ഇനി ഇൻറ്റു y ഡിവൈഡഡ് ബൈ r³. അപ്പൊ എന്ത് ക്യാൻസലായി? r³ ക്യാൻസലായി. അപ്പൊ ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? 4/3 പിന്നെ ജി റോ പൈ y ഉണ്ടോ? 4/3 ജി റോ പൈ y. ഏതാണ് ചോയ്സ്? ഏതാണെന്ന് നോക്കൂ. ചോയ്സ് ഈസ് ഡി. ലാസ്റ്റ് ചോയ്സ് അല്ലേ? ഡി എന്ന് പറയുന്ന ചോയ്സ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ എർത്താണിത്. എർത്തിന്റെ ഡെൻസിറ്റി എന്തിനുണ്ട്? ഇതിലൊരു ടണലുണ്ട്. ടണലിന്റെ ഡെപ്ത് ഡി ആണെന്നിരിക്കട്ടെ. ഇതിനകത്തൊരു ബോഡി ഇട്ടിരിക്കുന്നു, അതിന്റെ മാസ് എം ആണ്. സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം y ആണെന്ന് പറയുന്നുണ്ട്. y എന്താണെന്ന് ഫിഗറിൽ നോക്കി പറയും. y എന്ന് പറഞ്ഞാൽ r മൈനസ് ഡി ആണ്. ഇനി ജി അറ്റ് ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനെ അറേഞ്ച് ചെയ്ത് r ഓവർ ദാറ്റ് r മൈനസ് ഡി എന്ന് വരും. ഇനി അപ്പൊ r മൈനസ് ഡിക്ക് വരെ y കൊടുത്തു. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി അടുത്ത് എന്താണ്? ജി എന്ന് പറഞ്ഞാൽ GM/r² ആണ്. ജിക്ക് വരെ ആ വാല്യൂ കൊടുത്തു. ഓക്കെ, ബാക്കി എല്ലാം അതുപോലെ തന്നെ എഴുതി. വെട്ടാനുള്ളതൊക്കെ വെട്ടി, അല്ല വെട്ടാനൊന്നുമില്ല, അത് അറേഞ്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മാസിന് പകരം ഡെൻസിറ്റിന്റെ വോളിയം കൊടുത്തു. ഡെൻസിറ്റി റോ, വോളിയം ഓഫ് എർത്ത് എന്താണ്? 4/3 πr³. വെട്ടാനുള്ളതൊക്കെ വെട്ടിയപ്പോൾ യു വിൽ ഗെറ്റ് ദിസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. 14th ക്വസ്റ്റ്യൻ. 14 അതൊരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ച ഗ്രാഫാണ്. ഏതാണ് ആൻസർ? സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് ഹാവിംഗ് റേഡിയസ് ആർ, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ്. അതിനകത്ത് ഏതാണ് എൻ്റെ ആൻസർ? നമ്മുടെ സെക്കൻഡ് ചോയ്സ് ആണ് എൻ്റെ ആൻസർ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാബു ആണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത് 15. എ സാറ്റലൈറ്റ് ഓഫ് മാസ് m ഈസ് ഓർബിറ്റിംഗ് ദ എർത്ത് of radius capital R at height h. Then total energy of the satellite in terms of acceleration due to gravity on earth surface. അപ്പോൾ total energy of satellite കണ്ടുപിടിച്ചതാണ് നിങ്ങൾ. What is the total energy of the satellite? Total energy കണ്ടുപിടിക്കാനുള്ള ആൻസർ പറയൂ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, നിങ്ങളെ ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ പറഞ്ഞാൽ മതി.
മൈനസ് ജി എം എം ബൈ 2r എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. സീക്വൽ ടു മൈനസ് ജി എം എം ഡിവൈഡ് ബൈ 2 എഴുതി. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്നാണ്. കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ ഇത് കറങ്ങുന്നത് എത്ര ഹൈറ്റിലാണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റിനകത്ത്. കറങ്ങുന്നത് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദ സർഫസ് എന്ന് പറയുന്നുണ്ട്. ഇനി വേറെ വല്ലതും ചെയ്യാനുണ്ടോ? ജി എമ്മിന് പകരം വല്ല മാറ്റവും വരുത്താമോ? നിങ്ങൾ പറയൂ. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ജി എം എന്ത് വരും? ജി ആർ സ്ക്വയർ വരും അല്ലേ? അപ്പൊ മൈനസ് ജി എമ്മിന് പകരം ജി ആർ സ്ക്വയർ എന്ന് എഴുതി. സ്മോൾ എം തന്നെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഇങ്ങനെ ഒരു ചോയ്സ് അതിനകത്തുണ്ടോ നോക്കൂ. മൈനസ് എം ജി ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഇവിടെ ജി എന്ന് പറയുന്നത് G0 എന്ന് എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? സെക്കൻഡ് ചോയ്സ് ആണ്, ബി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ടോട്ടൽ എനർജി ഓഫ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മൈനസ് ജി എം എം ബൈ 2r എന്നാണ്. പിന്നെ അത് സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എഴുതി. ഇനി അടുത്തെന്താണ്? ജി എമ്മിന് പകരം ജി ആർ സ്ക്വയർ എഴുതി. ഇനി അറേഞ്ച് ചെയ്തപ്പോൾ യു വിൽ ഗെറ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. അറ്റ് വാട്ട് ഹൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കൂ. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശ്രദ്ധിച്ച് വായിക്കും, നന്നായിട്ട് വായിക്കണം. ഇതൊക്കെ പലയിടവും കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് പണി തരും. നന്നായിട്ട് വായിക്കൂ. അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം എയർസ് സർഫസ് the gravitational potential and acceleration due to gravity are values. Then take radius of earth as a value. അല്ലേ? ഇപ്പം എല്ലാം തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ജി എം ബൈ ആർ, സ്മോൾ ആർ. അതിൻ്റെ ആൻസർ എത്രയാ? മൈനസ് 5.4 ഇൻറ്റു 10⁻⁷. കുഴപ്പമില്ല. ഇനി അടുത്തത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ സ്ക്വയർ. ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 6 അല്ലേ? ഇനി എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് 6400 കിലോമീറ്റർ ഉപയോഗിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എച്ച് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? എച്ച് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ആദ്യത്തിനകത്ത് നമുക്ക് മൈനസ് ജി എം ബൈ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് 5.4 ഇൻറ്റു 10⁻⁷. ഇക്വേഷൻ നമ്പർ 1. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്. ഈക്വൽ ടു 6 എന്നാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻസ് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്തേ. 1 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 2 ഒന്ന് റെഡിയാക്കി നോക്കൂ. അപ്പോൾ മൈനസ് ജി എം ബൈ ആർ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഈസ് ഈക്വൽ ടു മൈനസ് 5.4 ഇൻറ്റു 10⁻⁷ ഡിവൈഡഡ് ബൈ 6. ഇനി ഏതൊക്കെ വെട്ടി? ഇതും വെട്ടി. ബാക്കി പറയൂ. ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 5.4 ഇൻറ്റു 10⁻⁷ ഡിവൈഡഡ് ബൈ ആർ. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ എന്ത് വരും? തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ പറയൂ. ആർ പ്ലസ് എച്ച് എങ്ങനെ വേണം? നിങ്ങളുടെ സൗകര്യം പോലെ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആറിൻ്റെ വാല്യൂ എത്ര കൊടുക്കുക? ആറിൻ്റെ വാല്യൂ 6400 കൊടുക്കുക. ഇനി കൊടുത്തിട്ട് ഇതിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ളത് ഏതാണ്? എച്ച് ആണ്. അത് കണ്ടുപിടിക്കുക. ഞാൻ ഇതിന് തിരിച്ചിട്ട് നോക്കിയാൽ ആർ പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ എന്ന് വരും. പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അത് വേണ്ട. പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഇല്ല. അപ്പം നമുക്കിങ്ങനെ തന്നെ ഇടാം. അപ്പോൾ ഇതിനകത്തുനിന്ന് യു പുട്ട് ദ വാല്യൂ ഓഫ് ആർ ആസ് 6400 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതേ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു അതിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടിക്കോളും. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. എന്താണ് കിട്ടിയത്? അതിൻ്റെ ആൻസർ എന്താ കൊടുത്തിരിക്കുന്നത്? നോക്കൂ. ഇനി അത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ പറ. ആൻസർ എച്ചിൻ്റെ വാല്യൂ നോക്കിയോ? ഡി ആണ്, സ്മോൾ ഡി ആണ്. ഏതാണ് ചോയ്സ്? ഡി. 2600 എന്ന് വരും. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. കൂടുതൽ ഗവേഷണമൊന്നും അവിടെ നടത്തണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് സാധനം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണിത്. ഇനി ജിയുടെ വാല്യൂ ആണ്. ഇതിനകത്ത് സ്മോൾ ആറിൻ്റെ പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്ന് എഴുതി രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക.
ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന സാധനമാണിത്. അതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് എച്ച് മാത്രമാണ്, ആറുണ്ട്. ഓക്കെ, ക്രോസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക, നിങ്ങൾ എച്ച് കണ്ടുപിടിക്കുക. സോ യു വിൽ ഗെറ്റ് റിസൾട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 അല്ലല്ലോ, അത് നമ്പർ തെറ്റിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. The ratio of escape velocity at Earth to escape velocity at a planet whose radius and mean density are twice that of Earth. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. റൂട്ട് ഓഫ് 2gr എന്നാണ് നമുക്കറിയാന്നുള്ള ഇക്വേഷൻ അല്ലേ. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ v is equal to root of 2 അതുപോലെ എഴുതി. ഇനി ഇതിനെ ജിക്ക് പകരം gm/r² എന്നെഴുതി. ഇനി r തന്നെ. അപ്പോൾ v ഈക്വൽ ടു എന്തായി? റൂട്ട് ഓഫ് പറയൂ 2gm/r എന്നായി. ഇനി അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ചെയ്താൽ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ മെയിൻ ഇക്വേഷൻ വെലോസിറ്റി ആണുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് 2gr അല്ലേ. ഇനി നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഡെൻസിറ്റി ഓഫ് എർത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 3g/4πrg. 3g/4πrg ഈ ഇക്വേഷൻ പഠിച്ചല്ലേ നിങ്ങൾ? ഇതിനകത്തുനിന്ന് ജിയുടെ വാല്യൂ എത്രയെന്ന് പറയും? വാട്ട് ഈസ് ജി? ജി ഈസ് ഈക്വൽ ടു 4πrg റോ ഡിവൈഡ് ബൈ 3 എന്നായോ? ഈ വാല്യൂ നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വിയുടെ വാല്യൂ എന്തായി? റൂട്ട് ഓഫ് പറയും 2 × 4πrg റോ ബൈ 3 × r എന്നായി. അപ്പോൾ 2 r ഉണ്ട്. അപ്പോൾ ഒരു r നമുക്ക് വെളിയിലെടുക്കാം. 4 ഉണ്ട്, അതിൻ്റെ റൂട്ട് 2. അപ്പോൾ എന്തായി? 4ന്റെ റൂട്ട് എടുത്തു. 2r ഉണ്ട്. അപ്പോൾ എന്തായി? 2r വെളിയിൽ വന്നു. ബാക്കി റൂട്ടിൻ്റെ അകത്ത് എന്തായി? 2π0/3 എന്നായി. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് ടു എസ്കേപ്പ് വെലോസിറ്റി ഫ്രം മൂണല്ല പ്ലാനറ്റ് കണ്ടുപിടിക്കണം. ഇനി അതെന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഇക്വേഷൻ ഇങ്ങനെ ഈ ഫോമിലാക്കിയത്? അവർ പറയുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആൻഡ് റേഡിയസ്. അവർ പറയുന്നുണ്ട് ഡെൻസിറ്റി എത്ര ടൈംസ് ആയി, ഡെൻസിറ്റി ഡബിളായി, പിന്നെ റേഡിയസ് ഡബിളായി എന്നൊക്കെ അവന്മാർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റുന്നത്. അപ്പം നമുക്ക് റെഡിയാക്കാം. എന്താണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ആൻഡ് ഡെൻസിറ്റി ടോയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇക്വേഷനെ നമ്മൾ റേഡിയസിൻ്റെയും പിന്നെ ഡെൻസിറ്റിയുടെയും ടേംസിൽ അതുകൊണ്ടാണ് ആക്കിയത്. ഇനി നിങ്ങൾ പറ, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് എത്ര വരും? എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് അപ്പം എത്ര വരും? 2 എർത്തിൻ്റെ റേഡിയസ് r തന്നെ. ഇനി റൂട്ട് ഓഫ് 2πg റോ ഡിവൈഡഡ് ബൈ 3. കുഴപ്പമില്ല. എസ്കേപ്പ് വെലോസിറ്റി ഫ്രം പ്ലാനറ്റ് പറയൂ 2. ഇനി r എന്ന് പറയുന്നത് 2r ആണെന്ന് പറയുന്നുണ്ട്. റൂട്ട് ഓഫ് 2πg റോ എന്ന് പറയുന്നത് 2 റോ ആണെന്ന് പറയുന്നുണ്ട് ബൈ 3. ഇനി നമുക്കിത് റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 2 നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ v/vp ഇസ് ഈക്വൽ ടു ഇതേ ബൈ ഇത്. കോമൺ ആയിട്ടുള്ള ഇനങ്ങ് കളഞ്ഞ് ചിന്തിച്ചാൽ മതി, അല്ലാതെ ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. പറ എന്തൊക്കെ വരും? 2r രണ്ടിലും പോവും. പിന്നെ 2πg കോമൺ ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ പറ. അതിനകത്ത് വെളിയിലൊന്നുമില്ല. ഇനി റൂട്ടിൻ്റെ അകത്ത് 2πg റോ എല്ലാം പോയി. അപ്പം മേലത്തേലും ഒന്നുമില്ല. 1/, ഇനി ഇവിടുത്തെ അതിനകത്ത് ഒരു 2 ഉണ്ട്. ഇനി റൂട്ടിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇനി ബാക്കി റൂട്ടിൻ്റെ അകത്തും ഒരു 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ 1/2 √2 എന്ന് കിട്ടി. അല്ലാതെ ആവശ്യമില്ലാതെ നിങ്ങൾ ഡിവൈഡ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഒന്നും കൂടെ പറയാം. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി ആണുള്ള ഇക്വേഷൻ പറയൂ. റൂട്ട് ഓഫ് 2gr എന്നാണ്. ഇതിനകത്ത് നമുക്ക് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ 3g/4πrg. ഈ ഇക്വേഷനെ ക്രോസ് ചെയ്തിട്ട് g കണ്ടുപിടിക്കുക. ഈ വാല്യൂ കയറ്റി ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനകത്ത് അത്ഭുതമൊന്നുമില്ലല്ലോ. എന്തിനിത് ഈ രീതിയിലാക്കി എന്ന് ചോദിച്ചാൽ
നമ്മുടെ പ്രോബ്ലത്തിനകത്ത് റേഡിയസ് ഡബിൾ ആവുന്ന കാര്യവും ഡെൻസിറ്റി ഡബിൾ ആവുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇക്വേഷനകത്ത് റേഡിയസും ഡെൻസിറ്റിയും വരുത്തണം. അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി അപ്പോൾ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള പുതിയ ഇക്വേഷൻ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് എന്ന് പറയുന്നത് ഇത് തന്നെ. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഫ്രം പ്ലാനറ്റ് എന്ന് പറയുന്നത് പ്ലാനറ്റിൻ്റെ കേസിൽ R ടോയ്സ് ആണെന്ന് പറയുന്നുണ്ട്, ഡെൻസിറ്റിയും ടോയ്സ് ആണെന്ന് പറയുന്നുണ്ട്, ഇട്ടു. ഇനി V/Vp എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്തുള്ള കോമൺ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതുക. ആദ്യത്തേൽ ഒന്നുമില്ല, അപ്പോൾ 1/, ഇതിനകത്ത് 2 വെളിയിലുണ്ട്, റൂട്ടിൻ്റെ അകത്ത് 2 ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? 1/2√2 എന്നാണ്. അപ്പോൾ ആൻസർ കിട്ടി. ആൻസർ ഏതാണ്? ചോയ്സ് എ ആണ്. പ്രയാസമുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓർബിറ്റൽ വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. ഓർബിറ്റൽ വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഓർബിറ്റൽ വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ പറ. √GR എന്നാണ് അല്ലേ? ഇനി ഇതിനെ വേറെ രീതിയിൽ എഴുതിയാൽ √GM ബൈ എന്താണ് GR? ജി കുറെ നേരം കൊണ്ട് പറയാണ്. ജി എന്ന് പറഞ്ഞാൽ GM/R² ആണ്. അപ്പോൾ GR² എന്ന് പറഞ്ഞാൽ എന്താണ്? GR² എന്ന് പറഞ്ഞാൽ GM ആണ്. അപ്പോൾ GR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാർ ഇവിടെ വരും, ശരിയല്ലേ? അപ്പോൾ GM/R. അപ്പോൾ ഇത് രണ്ട് ഓർബിറ്റൽ വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ തന്നെ. ഇതിനകത്ത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എന്താണ് ക്വസ്റ്റ്യൻ? ഓർബിറ്റൽ വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് എർത്ത്. മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി റേഡിയസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്ത പാരാമീറ്റർ ഏതാണ്? മാസ് ഓഫ് സാറ്റലൈറ്റ്. അപ്പോൾ എന്താണ്? സ്മോൾ. അപ്പോൾ സെക്കൻഡ് ചോയ്സ് ആണ്, ബി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സെക്കൻഡ് ചോയ്സ്. മാസ് ഓഫ് സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി 19th ക്വസ്റ്റ്യൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയൂ. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ തെറ്റാണ് പറയുന്നത്, നോക്ക് മാറിപ്പോയതാണ്. പറയൂ. അടുത്ത ഡിപ്പെൻഡൻസ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്. ഏത് ഗ്രാഫാണ് അത്? നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഏതാണ്? ബി ആണ് അതിൻ്റെ ആൻസർ. ബി, സെക്കൻഡ് ചോയ്സ്. ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. അടുത്തതും ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യണ്ട, നന്നായിട്ട് വായിച്ചാൽ മതി. 35,800 എന്നുള്ളതിനെ 36,000 എന്നങ്ങ് വായിച്ചോളൂ. അപ്പോൾ ഐഡിയ പിടി കിട്ടും. ഓക്കെ, നിങ്ങൾ ഇനി പറ. ടൈം പീരീഡ് ഓഫ് എർത്ത് സാറ്റലൈറ്റ് റിവോൾവിംഗ് അറ്റ് എ ഹൈറ്റ് ഓഫ് 36,000 കിലോമീറ്റർ ഈസ്. 36,000 കിലോമീറ്റർ ഹൈറ്റിൽ കറങ്ങുന്ന സാധനം ഏത്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അല്ലേ? അതിൻ്റെ ടൈം പീരീഡ് എത്രയെന്ന്? എത്ര? 24 hours. അപ്പോൾ ആൻസർ ഏതാ? എ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഇതിൻ്റെ ടൈം പീരീഡ് എത്രയെന്ന്. ഇനി അടുത്ത്, എ ബോഡി ഓഫ് മാസ് എം taken from Earth's surface to a height equal to twice the radius of Earth. The change in potential energy is. M mass ഉള്ള ഒരു സാധനത്തിന് a body of mass M taken from Earth's surface to a height equal to twice radius of Earth. Change in potential energy. What is a change in potential energy? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഇക്വേഷൻ പറ. -GMM/R എന്നാണ്. -GMM/R എന്നാണ്. ഈ സാധനത്തിന് എർത്തിൻ്റെ സർഫസ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എർത്തിൻ്റെ സർഫസ് ഇരിക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഓൺ സർഫസ് what is the potential energy? Potential energy initial equal to -GMM/R ആവും, ശരിയല്ലേ? ഇനി അറ്റ് എ ഹൈറ്റിലാവുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ എനർജി പറയൂ. -GMM/R എന്താവും? R എന്ന് പറഞ്ഞാൽ R+H ആണ്. സ്മോൾ r എന്ന് പറഞ്ഞാൽ R+H ആണ്. ഇതിൽ H എന്താണ്? 2R. അപ്പോൾ ആൻസർ എന്തായി? -GMM/3R എന്നായോ? അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഇരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ഇതാണ്, ഹൈറ്റിലിരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ഇതാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി എന്താ വേണ്ടത്? What is a change in potential energy? Change in potential energy. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫൈനലി ഇനീഷ്യൽ അങ്ങ് മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ പറയൂ -GMM/3R -GMM/R. അപ്പോൾ എന്ത് ചെയ്യും?
2 മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഇനി ഇവിടെ ആരും കാണാതെ 3 ഇട്ടേക്കുക, പ്രശ്നം തീർന്നില്ലേ? ഇനി ബാക്കി പറയൂ. ഇവിടെ 3r ഉണ്ട്, ഇവിടെ -GMM ഉണ്ട്, ഇവിടെ +3GMM ഉണ്ട്. അപ്പൊ 2GMM എന്നായോ? ആൻസർ എന്താണ്? 2GMM/3r എന്നാണ്. ഇനി നമ്മളെ ആൻസർ GM-ന് പകരം എന്താ എഴുതാം? കുറെ നേരമായി തുടങ്ങിയിട്ട് G = GM/r². GM എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? GR². അപ്പൊ 2/3 അതുപോലെ എഴുതി, r അതുപോലെ എഴുതി. GM-ന് പകരം എന്തെഴുതാം? GM/r² എന്നെഴുതാം. ഇനി m അതുപോലെ എഴുതാം. അപ്പൊ എന്താ എന്ന് പറയൂ? = 2/3 GM²/r³ എന്നായി. അപ്പൊ ഓക്കെ. അപ്പൊ GM-ന് പകരം നമ്മൾ തെറ്റിച്ചാണ് എഴുതിയേ. നോക്കൂ, 2/3 r അതുപോലെ എഴുതി, സ്മാൾ m അതുപോലെ എഴുതി. GM-ന് പകരം എന്തെഴുതാം? GR². നീ വെട്ടാനുള്ളൊക്കെ വിട്ട് ബാക്കി പറ. ഇപ്പൊ 2/3 mgr എന്ന് വരും. ആൻസർ ഉണ്ടോ? 2/3 mgr എന്നുള്ള ആൻസർ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആൻസർ ഏതാണ്? സെക്കൻഡ് ചോയ്സ് ആണ്, ബി. ഇത് പ്രയാസമുള്ളതല്ല. എർത്തിന്റെ സർഫസിൽ ഒരു സാധനം ഇരിക്കുന്നു. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര? എവിടെ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ജനറൽ ഇക്വേഷൻ പറ, -GMM/r. അപ്പൊ ഇനി എർത്തിന്റെ സർഫസിലാകുമ്പോൾ സ്മോൾ ആറിന്റെ വാല്യൂ എന്താണ്? ക്യാപിറ്റൽ ആർ. ഓക്കെ. ഇനി ഹൈറ്റിലാകുമ്പോഴത്തേക്ക് എന്താണ്? സ്മോൾ ആറിന്റെ വാല്യൂ r+h എന്നുള്ളതിൽ r+h-ന് പകരം 2r കൊടുക്കുക. ഇനി അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേ മൈനസ് അത് ഇതുവരെ ഒപ്പിക്കാൻ നമുക്കുള്ള കൊണ്ടുപോകും. ഇനി GM-ന് പകരം GR² കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫൈനൽ ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ ഇത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് മാനർ ഡസ് എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ഓൺ മാസ്? എസ്കേപ്പ് വെലോസിറ്റി മാസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന്? മാസ് ഓഫ് ബോഡിയെ. എസ്കേപ്പ് വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ പറ. റൂട്ട് ഓഫ് എന്താണ്? നമ്മുടെ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, 2gr ഉണ്ട്. അടുത്ത റൂട്ട് ഓഫ് പറ 2gm/gr-ന് പകരം എന്തെഴുതും? gm/r തന്നെ. gr-ന് പകരം എന്തെഴുതും? gm/r. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനിലും മാസ് ഓഫ് ബോഡി വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റി, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ബോഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പവർ വരും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പൊ അപ്പൊ ഇതിനകത്ത് ചോയ്സ് ഏത് വരും? m/0. അപ്പൊ m/0. അപ്പൊ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. ഇനി അടുത്ത്, ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ഷ്രിങ്സ് ബൈ 1%, മാസ് റിമൈനിങ് സെയിം, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് സർഫസ് എന്ത് ചെയ്യുന്നു? അതും നല്ലൊരു ക്വസ്റ്റൻ ആണ്. നോക്കൂ, റേഡിയസ് ഓഫ് എർത്ത് പണ്ട് എത്രയായിരുന്നു? 6 ആയിരുന്നു. ഇപ്പോഴെത്രയാണ്? 6 ആണ്. അത് ഇനി പിന്നീട് എത്രയായിട്ട് മാറും? 1% ഷ്രിങ്സ് ബൈ 1% ചുരുങ്ങി. അപ്പൊ എത്രയായി? നോക്കുക, അപ്പൊ 99/100 ആയി. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇത്രയും ആയിട്ട് മാറി. അപ്പോൾ ഒന്നും കൂടെ എന്താണ്? റേഡിയസ് ഓഫ് എർത്ത് എത്ര % ആയി? എന്താണ് പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ഓഫ് എർത്ത് വായിക്കൂ. റേഡിയസ് ഓഫ് എർത്ത് ഷ്രിങ്സ് ബൈ 1% ഷ്രിങ്ക് ചെയ്തു. അപ്പൊ 1% ഷ്രിങ്ക് ചെയ്താൽ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 99% ഉള്ളൂ. അപ്പൊ 99% ഓഫ് r ഇപ്പൊ ഉള്ളൂ. 99% ഓഫ് r ഇപ്പൊ ഉള്ളൂ. അതായത് 99/100 ഓഫ് r. ഓക്കെ, പേടിക്കരുത്. അപ്പൊ പണ്ട് 6 ആയിരുന്നു, ഇപ്പൊ ഇത്രയാണ്. ഓക്കെ. ഇനി അല്ലെങ്കിൽ പണ്ട് 6 ആണ്, ഇപ്പൊ എത്രയാണ്? 0.99r ആണ്. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഇനി മാസ് പണ്ട് m ആണ്, ഇപ്പോഴും m ആണ്. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പണ്ട് എത്രയാണെന്ന് നമുക്കറിയാം. പണ്ടത്തെ എത്രയാണ്? G = GM/r² ആണ്. ഇപ്പോഴത്തത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണും? G തന്നെ, m-ന് പകരം m തന്നെ, r-ന് പകരം 0.99r അതിന്റെ സ്ക്വയർ. പേടിക്കരുത്. ഇപ്പൊ G' = GM അതുപോലെ എഴുതി. 0.99 നമുക്ക് 99/100 എന്ന് എഴുതി കൂടെ? അത് r അതിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും പറയൂ? = GM അതുപോലെ എഴുതി ബൈ 99 സ്ക്വയർ r². ഇനി 100ന്റെ സ്ക്വയർ 10,000. ആ 10,000 മണ്ടയിൽ വരും. ഇപ്പൊ 10,000 അല്ലേ?
നിങ്ങൾ തന്നെ പറയൂ. അപ്പൊ 10,000 ഡിവൈഡഡ് ബൈ 99 സ്ക്വയർ അല്ലേ? അപ്പൊ 99 സ്ക്വയർ ഇൻറ്റു GM/R² എന്താണ്? G. ഇതെന്ന് പറയുന്നത് എന്തായാലും എത്രയെക്കാളും വലുതാണ്? ഇത് 100 സ്ക്വയർ അല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി ഇത് എത്രയെക്കാളും കൂടുതലാണ്? 1-നേക്കാളും കൂടിയ ഒരു ആൻസറാണ്. അപ്പോൾ G' എന്ന് പറയുന്നത് അപ്പോൾ 1 പോയിന്റ് സംതിങ് എന്ന് വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും G. അപ്പോൾ ജിയുടെ വാല്യൂ എന്ത് ചെയ്തു? കൂടി എന്നാണ്. അപ്പോൾ ജിയുടെ വാല്യൂ കൂടി. അപ്പോൾ 1-നേക്കാളും ഗ്രേറ്റർ ആയ ആൻസറാണിത്. അപ്പോൾ ഡെഫിനറ്റ്ലി പുതിയ G എന്ന് പറയുന്നത് പഴയ ജിയേക്കാളും കൂടി. മനസ്സിലാവാത്തവർക്കുണ്ട് ഒന്നും കൂടെ. എന്താണ് പഴയ കഥകൾ? പണ്ട് എർത്തിന്റെ റേഡിയസ് 6 ആയിരുന്നു. ഇപ്പോഴത്തെ റേഡിയസ് എന്ന് പറയുന്നത് 1% ചുരുങ്ങി. സോ വാട്ട് ഈസ് എ ന്യൂ റേഡിയസ്? 99% ഓഫ് R. അതായത് 99% ഓഫ് R. അതായത് 0.99 ആണ് ഇപ്പോഴത്തെ റേഡിയസ്. പണ്ട് മാസം M ആണ്, ഇപ്പോഴും മാസം M ആണ്. പണ്ട് G എന്ന് പറഞ്ഞാൽ GM/R² ആണ്. ഇപ്പോഴത്തെ G' എന്ന് പറഞ്ഞാൽ G M-ന് പകരം M തന്നെ, R-ന് പകരം 0.99 R-ന്റെ സ്ക്വയർ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി 0.99 പകരം 99/100 എന്ന് ഇടുക. അപ്പോൾ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. നോക്കൂ, ഈ പുതിയ G എന്ന് പറയുന്നത് ഈ ആൻസർ 1-നേക്കാളും ഗ്രേറ്റർ ആണ്. 1 പോയിന്റ് സംതിങ് ആണെന്ന് വെച്ചോളൂ. അത്രയും ടൈംസ് G. അതായത് പണ്ടത്തെ ഇപ്പോൾ 1.5 ആണെങ്കിൽ 1.5 ടൈംസ് G. അപ്പോൾ പഴയ ജിയേക്കാളും കൂടുതൽ. ഓക്കെ, അപ്പോൾ ജിയുടെ വാല്യൂ കൂടും എന്നാണ് ആൻസർ. അപ്പോൾ ആൻസർ ഏതാണ്? ഇൻക്രീസ്. സോ ആൻസർ ഈസ് കാറ്റ്. ഇനി അടുത്ത്, ഓൾ നോൺ പ്ലാനറ്റ്സ് റിവോൾവ് ഇൻ ഏതാണ്? സ്ട്രൈറ്റ് പറയൂ. എലിപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ ആൻസർ ഈസ് എ. അടുത്ത ദിവസം വായിക്കൂ. പെട്ടെന്ന് വായിക്കണേ. ദർ ഈസ് നോ, അത് നമുക്ക് അറിയാന്നുള്ള സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1-ാം ക്ലാസ്സിലെ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് പറയൂ. മൂണിന് ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിന്റെ കാരണം എന്ത്? മൂണിൽ ഇപ്പം നമ്മൾ കുറച്ച് എയർ കൊണ്ട് നിറച്ചെന്ന് വെച്ചോളൂ. മൂണ് പാവമല്ലേ, മൂണിന്റെ അറ്റ്മോസ്ഫിയർ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് കുറച്ച് എയർ കൊണ്ടുപോയി അവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ എയർ അവിടെ ഇരിക്കുമോ? ഇല്ല, അത് പെട്ടെന്ന് എസ്കേപ്പ് ആവും. എന്താണ്? ഈ എയറിന് ഒരു RMS സ്പീഡില്ലേ? അപ്പൊ RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾസ് അവിടുത്തെ എസ്കേപ്പ് സ്പീഡിനേക്കാളും കൂടുതലാണ്. അപ്പൊ നോക്കുക, അപ്പൊ ആൾറെഡി അതിനുള്ള RMS സ്പീഡ് തന്നെ എസ്കേപ്പ് ചെയ്യാൻ സഫീഷ്യന്റ് ആണ്. അപ്പോൾ നോക്കുക, RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾസ് എസ്കേപ്പ് വെലോസിറ്റിയേക്കാളും കൂടുതലാണ് മൂണിൽ നിന്നുള്ള. അപ്പൊ ആ സാധനം അവിടെ കൊണ്ടിട്ട് അപ്പോഴാണ് എസ്കേപ്പ് ചെയ്തങ്ങ് പോകും. അപ്പൊ ഏതാണ് ആൻസർ? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ RMS വെലോസിറ്റി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? RMS വെലോസിറ്റി ഗ്രേറ്റർ ദാൻ എസ്കേപ്പ് വെലോസിറ്റി. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ലെസ് ദാൻ RMS. അപ്പൊ ആൻസർ ഏതാണ്? ചോയ്സ് എ ആണ്. അടുത്ത, എ മിസൈൽ ഈസ് ലോഞ്ച്ഡ് വിത്ത് എ വെലോസിറ്റി ലെസ് ദാൻ എസ്കേപ്പ് വെലോസിറ്റി. സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു സാധനത്തിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ മിസൈലാണ്. മിസൈൽ പോകുമ്പോഴത്തേക്ക് നോക്കൂ, എർത്തിന്റെ അട്രാക്ഷൻ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ എർത്തുമായിട്ട് ബൗണ്ടഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ടോട്ടൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബൗണ്ട് ടു എർത്ത് എന്നാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ക്യാറ്റ് ആണ്. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓൺ എ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് എർത്ത്. എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് കറങ്ങുകയാണ്. അതിനകത്ത് ഏതോ ഒരു ഭ്രാന്തൻ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√L/g അല്ലേ? ആണ്. അപ്പൊ ആ സാറ്റലൈറ്റിനകത്ത് ആക്സലേഷൻ എത്രയാ? 0 അല്ലേ? അപ്പൊ ജിയുടെ വാല്യൂ 0 കൊടുക്കുക. അപ്പൊ ടി ഈസ് ഈക്വൽ ടു എത്ര വരും? 2π√L/0. ഒരു നമ്പർ ബൈ 0 എത്ര? ഇൻഫിനിറ്റി. അപ്പൊ ടൈം പീരീഡ് എത്ര? ഇൻഫിനിറ്റി വരും. അപ്പോൾ ടൈം പീരീഡിന്റെ വാല്യൂ ഇൻഫിനിറ്റി. ഒരു ഓസിലേഷന് എടുക്കുന്ന ടൈം ഇൻഫിനിറ്റി ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവൻ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പതുക്കെ 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 അനക്കം പോലും കാണത്തില്ല. അപ്പൊ ഇൻഫിനിറ്റ് ടൈം എടുക്കും ഒരു ഓസിലേഷൻ. അപ്പൊ ആൻസർ ഏതാണ്? ഇൻഫിനിറ്റി എന്നാണ്. അപ്പൊ ചോയ്സ് ഈസ് ലാസ്റ്റ് ചോയ്സ് ഡി. അറ്റ് സീ ലെവൽ വാല്യൂ ഓഫ് ജി ഈസ് മിനിമം അറ്റ് സീ ലെവലിൽ ജി കാണാനുള്ള ഇക്വേഷൻ പറയൂ. GM/R² എന്നാണ്. പോളാകുമ്പോഴത്തേക്ക് നോക്ക്, നമ്മുടെ എർത്തിന്റെ ഇതല്ലേ പോളാർ റേഡിയസ് കുറവ്. അപ്പൊ ജി മാക്സിമം. ഇനി ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതൽ. അപ്പൊ ജി എന്ന് പറയുന്നത് മിനിമം.
അപ്പോൾ ജി ക്വസ്റ്റ്യൻ എന്താണ്? ജി ഈസ് മിനിമം അറ്റ് എവിടം? ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്ററിലാണ് ജിയുടെ വാല്യൂ മിനിമം. അപ്പോൾ ആൻസർ ഈസ് ബാബു ബി. ഗ്രാവിറ്റേഷണൽ മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഗ്രാവിറ്റേഷണൽ മാസ് ഈസ് മാസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? എടാ എഫ് കാണാനുള്ള ഇക്വേഷൻ പറ. ജി m1 m2 ബൈ ആർ സ്ക്വയർ എന്നല്ലേ? മാസ് ഓഫ് ബോഡീസ് കൂടുമ്പം, മാസിനെ അല്ലേ നമ്മളെ ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയുക. അപ്പം മാസ് ഓഫ് ബോഡീസ് കൂടുമ്പം എം കൂടുമ്പം എഫ് എന്ത് ചെയ്യും? കൂടും തന്നെ. അപ്പൊ എന്താണ്? ഗ്രാവിറ്റേഷണൽ മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ആൻസർ ഈസ് ബാബു. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത, എ സാറ്റലൈറ്റ് ഈസ് ഇൻ ആൻ ഓർബിറ്റ് അറൌണ്ട് എർത്ത്. കൈനറ്റിക് എനർജി ഡബിൾ ചെയ്താൽ ദെൻ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും? ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്തു. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ അല്ലേ? ഹാഫ് എം വി സ്ക്വയർ. ഇവിടുത്തെ വി എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയാ. ഇനി അപ്പൊ കൈനറ്റിക് എനർജി ഇതിനകത്തുനിന്ന് വി ഒ എന്ന് കണ്ടുപിടിച്ചേ. വി ഒ സ്ക്വയർ എന്ത് വരും? 2k ബൈ എം എന്ന് വരും. അപ്പൊ വി ഒയുടെ ആൻസർ ഇത് വരില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, കൈനറ്റിക് എനർജി ഡബിൾ ചെയ്തു. കൈനറ്റിക് എനർജി ഡബിൾ ചെയ്താൽ എന്ത് ചെയ്യും? പുതിയ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഒ ഡാഷ് ആണെന്ന് വെച്ചോ. അതിൽ വരും √2 × 2k ബൈ എം എന്ന് വരും. അപ്പോൾ വി ഒ ഡാഷ് എന്ന് പറയുന്നത് പുതിയ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് √ പറയൂ. ഇതെത്ര വരും? ഒരു 2 വെളിയിൽ വരും. √ പറയൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് √2 അതുപോലെ എഴുതാം. ഒരു √2, ബാക്കി √2 ബൈ എം എന്ന് എഴുതിയാൽ ശരിയല്ലേ? ഇനി അടുത്തത് നിങ്ങൾ പറയണം വി ഒ ഡാഷ് ഈക്വൽ ടു √2 ടൈംസ് ഇതെന്താണ് സാധനം? ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ? √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി അല്ലേ? അപ്പോൾ വി ഒ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എസ്കേപ്പ് വെലോസിറ്റിയാണ്. ഇവയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ആയാൽ ഓർബിറ്റൽ വെലോസിറ്റി എന്തായിട്ട് മാറും? എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് മാറും. അപ്പോൾ സാറ്റലൈറ്റ് എന്ത് ചെയ്യും? എർത്തിന്റെ ആ കറങ്ങുന്ന ഓർബിറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് സ്പേസിലോട്ട് എസ്കേപ്പ് ആവും. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ലാസ്റ്റ് ചോയ്സ് അല്ലേടെ? ഇറ്റ് വിൽ എസ്കേപ്പ് ഔട്ട് ഓഫ് എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ അല്ലേ? അതിനകത്ത് വി എന്ന് പറയുന്നത് ഓർബിറ്റ് കറങ്ങുന്ന സാധനം, ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഇതിനകത്ത് നിന്ന് വി ഒ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ടുവെക്കും. ഇനി എന്താ വേണ്ടത്? ഈ കൈനറ്റിക് എനർജി ഡബിൾ ആക്കുക. അപ്പൊ 2k എന്നിട്ടു. അപ്പൊ ഈ ആൻസർ എന്തായി? നമ്മുടെ ഈ ആൻസർ ഫൈനൽ ആൻസർ ഒന്ന് നോക്കുക. വി ഒ ഡാഷ് ഈക്വൽ ടു പറയൂ. ഇതിനെ നമുക്ക് എന്താ എഴുതാം? √2 × ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി വി ഒ ഡാഷ് ഈക്വൽ ടു √2 ടൈംസ് ഇതെന്താണ് സാധനം? വി ഒ അല്ലേ? അപ്പൊ √2 ടൈംസ് വി ഒ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി അല്ലേ? അപ്പൊ വി ഒ ഡാഷ് എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആവും. അപ്പൊ എന്താണ്? ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്താൽ പുതിയ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും? എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുകയും ആ സാധനം ഓർബിറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങ് സ്പേസിലോട്ട് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ ആൻസർ ഈസ് ഡോഗ്. ലാസ്റ്റ് ചോയ്സ്. ഓക്കെ അല്ലേ? ഡി ആണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒന്ന് എഴുതി പഠിച്ചോണം.